Hello, Esther Property channel members and family members. അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. വിലക്കുറവിലായിട്ടുള്ള ഒരു ഫാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ ആഴ്ച മുഴുവനും നമ്മൾ ഫാം സെറ്റിങ്ങിനുള്ള വീഡിയോ, വിലക്കുറവിലുള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. മെസ്സേജിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിച്ചോളൂ സുഹൃത്തുക്കളെ. ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾക്ക് തുടക്കമാണ്, ഇടതുവശത്ത് കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾക്കൊരു ഏകദേശം 80 മീറ്ററോളം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഇടതുവശത്ത് 1 ഏക്കർ 30 സെൻറ്റ് അതിമനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഫാം സെറ്റ് ചെയ്യാൻ എല്ലാവിധ സൗകര്യത്തോടെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. 1 ഏക്കർ 30 സെൻറ്റാണ് ഇതിനകത്ത് കിടക്കുന്നത്. ചുറ്റുഭാഗം കമ്പി വേലി, കോമ്പൗണ്ട് ഫുള്ള് തിരിച്ചു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പണിയുമില്ല. ചുറ്റും ഭാഗം നല്ല കമ്പി വേലി ഇട്ടിട്ടുള്ളത്. ആ ലെങ്ത്താണ്, അത്രയും ലെങ്ത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് റോഡ് ഇത്രയും ഉണ്ട്. ഇതിന് കുറച്ചും കൂടി ഫ്രണ്ടേജ് റോഡ് ആ എൻഡ് വരെയും റോഡിൻ്റെ ഫുൾ എൻഡും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. വീഡിയോ ഒരിക്കൽ കൂടി പറയുന്നു, സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള സ്ഥലമാണോ എന്ന് വ്യക്തമായി നോക്കിയതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ, യാതൊരു പ്രശ്നമല്ല. ഇത് എരുമൂർ ജംഗ്ഷനിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരത്തെ അങ്ങേ വശത്ത് ഒരു ഫാമും കൂടി സെറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അവിടെ ആ ഫാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫാമായിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒഴിഞ്ഞു കിടക്കുന്ന താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് പുതിയൊരു ഫാം സെറ്റ് ചെയ്ത് അവിടെ കോഴിയും പശു ഫാമും എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനോട് ചേർന്നിട്ടാണ് ഈ 1 ഏക്കർ 30 സെൻറ്റ് മനോഹരമായി കിടക്കുന്നത്. ഈ കാട് പിടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ധാരണയുണ്ടാവും ഇതിപ്പോൾ പുല്ല് വെട്ടാത്ത കാരണമാണ്. ഇതിന് ഒരു 10, 35, 40 തെങ്ങോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളുണ്ട്. ഇതിൻ്റെ അകത്തൊരു കൊക്കർണയുണ്ട്. അതൊന്നും കൂടി വിശാലമായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വേനൽക്കാലത്തും വെള്ളം പശു ഫാമിലേക്ക് വേണ്ടിയത് കിട്ടും. ഫാം നേരെ മേലെ സെറ്റ് ചെയ്ത് താഴെ പുല്ല് വളർത്താനുള്ള സൗകര്യം കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തു നിന്ന് നമ്മൾക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല സുഹൃത്തുക്കളെ. തീർച്ചയായിട്ടും ഇത് ഹൈവേയിൽ നിന്ന് വെറും 3 കിലോമീറ്ററിൽ താഴെ, 2.5 കിലോമീറ്റർ ടു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. ഇതിന് ഒരു അസൗകര്യക്കുറവുമില്ല. ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ഫാം കാണിച്ചു തരുന്നുണ്ട്. ആ ഫാമെ പോലെ ആദ്യം നമ്മൾക്ക് ഷെഡ് കെട്ടി പശുക്കളെ വളർത്താനോ അല്ലെങ്കിൽ പോത്ത് വളർത്താനോ എന്തിനാണെങ്കിലും നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് ഈ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറക്കുഴി വെറുതെ കിടക്കുന്നുണ്ട്. അത് പുറമ്പോക്ക് ഭൂമിയിൽ പെടുന്നതാണ്. ഇതിലും എല്ലാ വേനൽക്കാലത്തും വെള്ളങ്ങൾ കിട്ടാറുണ്ട്. നമ്മുടെ അകത്ത് പോയി കഴിഞ്ഞാൽ അകത്തും വെള്ളം സുഖമായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾക്കൊന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് അവിടെ ബണ്ട് പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷകാലത്ത് വെള്ളം ശേഖരിച്ച് കഴിഞ്ഞാൽ വേനൽക്കാലങ്ങളിൽ ഫുള്ള് വെള്ളം യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റ് കാണുന്ന ഫാം എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ താഴെ തെങ്ങുകളെല്ലാം വെച്ച് അതിൻ്റെ താഴെയാണ് ഷെഡുള്ളത്. അവരിതിപ്പോൾ എടുത്തിട്ട് ഏകദേശം 1 വർഷമായി സുഹൃത്തുക്കളെ. അവരിപ്പോൾ നല്ല രീതിയിലാണ് ഫാം പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിയും പശുക്കളും ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഫാം വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് ഇത്രയും സൗകര്യത്തോടെയുള്ള ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ. മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ. ഗൾഫ് നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോളൂ. സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കൊക്കറിനെ പോലെ കുഴിച്ചു വെച്ചിട്ടുള്ള വെള്ളം ശേഖരിക്കാൻ പറ്റുന്നതാണ്. ഇത് ഇത്രയും ഹൈറ്റ് ഉണ്ട്. എത്ര വെള്ളം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ. നമ്മൾക്ക് ഇടതുവശത്ത് കുറച്ചും കൂടി ബണ്ട് ഹൈറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വർഷകാലത്തെ വെള്ളം ഫുള്ള് നമ്മൾക്ക് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതിനകത്ത് വേറൊരു വിശേഷമുണ്ട് സുഹൃത്തുക്കളെ. ഇതിനകത്ത് സുഖമായിട്ടുള്ളൊരു ബോർവെല്ലുണ്ട്. 24 മണിക്കൂറും വെള്ളമടിച്ച വറ്റാത്തൊരു ബോർവെല്ലും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ പാറക്കുഴി. അപ്പോൾ 2 ഭാഗവും നമ്മൾക്ക് വെള്ളം സൗകര്യത്തിന് യാതൊരു പ്രശ്നമില്ല. ഫ്രണ്ടിൽ ഏകദേശം 80-85 മീറ്റർ റോഡ് ഫ്രണ്ടേജ്. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും കയറ്റി ഇറക്കാനും അല്ലെങ്കിൽ എന്ത് പർപ്പസിനും യൂസ്ഡ് ആയിട്ടുള്ള ഈ ഭൂമിയെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ. ആലത്തൂർ ബേസ് ചെയ്ത് എരുമൂർ, പാലക്കാട് റൂട്ടിലാണ് എരുമൂർ പറയുന്നത്. എരുമൂർ മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിലാണ് ഈ സംഭവം കിടക്കുന്നത്. കറക്റ്റ് നാഷണൽ ഹൈവേയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ 2.30 സെൻറ്റ് കിടക്കുന്നത്. ഇതിനകത്തൊരു 10-30 തെങ്ങ് കായ്ക്കുന്നുണ്ട്. ഒരു വീട്ടാവശ്യത്തിലേക്ക് ധാരാളം മതിയായി എണ്ണയാട്ടാനും എല്ലാ സൗകര്യത്തിനുണ്ട്. നിങ്ങളൊരു ഫാം സെറ്റ് ചെയ്ത് ഇതിനകത്ത് സെറ്റിലാകുകയാണെങ്കിൽ അവർക്കെല്ലാം യൂസ് ചെയ്യാൻ നല്ല മണ്ണാണ് താഴോട്ടുള്ളത്. ഈ ഒരു സൈഡിൽ തന്നെ 30 സെൻറ്റിൽ താഴെയാണ് ഈ കൊക്കറിന് പോലെ കുഴിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള
ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. താഴ്ഭാഗങ്ങളിൽ കംപ്ലീറ്റും പുല്ല് വളർത്താം. മേലെ ഈ മറ്റേ കൊക്കറിനയോട് ചേർന്നിട്ട് നമുക്ക് ഷെഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് പുല്ലും വളർത്തി പശുക്കളെ വളർത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്തു കാണൂ സുഹൃത്തുക്കളെ, മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ വിദേശത്തുണ്ട്. നിങ്ങളുടെയും ബന്ധത്തിലുള്ളവർ ആരെങ്കിലും ഈ ചെറിയ വിലയ്ക്കുള്ള പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഉടനെ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരെ വിളിപ്പിക്കൂ സുഹൃത്തുക്കളെ. ഇതിൻ്റെ വില പറയുന്നത് നേരത്തെ 1 രൂപ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ വെറും 55,000 കിട്ടും. സെൻറ്റിന് 55,000, ഏക്കർ 55 ലക്ഷമാണ് ചോദിക്കുന്നത്. അതിലും ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്